എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് കൊണ്ടൊരു കൂട്ടാനാണ്, കറിയാണ്. അതിനായിട്ട് ഇവിടെ ഒരു 5-6 വലിയ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കടുക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കടലമാവ്, ഉപ്പ്, ഗരം മസാല, ഇച്ചിരി ജീരകം. മുളക് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇരിക്കും. കട്ട് ചെയ്ത് കഴിയുമ്പം എരിവ് വേണ്ടെങ്കിൽ ഇതിനകത്തെ അരി എടുത്താൽ കളയണം. എരി കൂടുതൽ വേണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാമേ. ഉണ്ടോ? ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട്. ഡി ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഒരു ചട്ടി അടുപ്പേ വെച്ചു. ചട്ടി നല്ലപോലെ ചൂടായപ്പോൾ കടുകെണ്ണ ഒഴിച്ചു. കടുകെണ്ണ ചൂടായി വന്നപ്പോൾ വെച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ പെരിഞ്ജീരകം പൊടിച്ചതിട്ടു. തീ കുറച്ച് വെച്ച് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ. ഇതെല്ലാം ഇടുമ്പോൾ തീ കുറച്ച് വെക്കണേ. പെരിഞ്ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായി വന്നു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വാടണം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തേ. മുളകിലെല്ലാം ഉപ്പ് പിടിക്കണം. അതിന് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഉപ്പിട്ടിട്ടുകൊണ്ട് മുളകിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. കണ്ടോ വെള്ളം ഇറങ്ങി വന്നേക്കുന്നേ. നമുക്ക് ഇഞ്ചി തച്ചതിട്ട് കൊടുക്കാം. ഇഞ്ചി കൊത്തി അരിഞ്ഞതാണേ. ഇനി നമ്മൾ എടുത്ത് വെച്ച് ഇങ്ങനെ ഇത് സൈഡിലോട്ടൊന്ന് മാറ്റിയിട്ട് അതിനകത്ത് കിടക്കുന്ന എണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടലമാവിട്ടൊന്ന് വഴറ്റാം. കടലമാവിൻ്റെ പച്ച ചുവ മാറണം. അതിനാണ് ഇങ്ങനെ ഇടുന്നത്. കടലമാവ് ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടെ ഒന്നിട്ട് മിക്സ് ചെയ്യാം. ചെറിയ തീയിലാണ് ഇട്ട് വെക്കേണ്ടത്. വലിയ തീ ഇട്ടാൽ കരിഞ്ഞു പോകും. നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇളക്കി നോക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തു. ഒരിച്ചിരി ചുമന്ന മുളക് പൊടി. എരിവനുസരിച്ച് കൂടുതൽ വേണേലിടാം. ഇതൊരു ശകലം മാങ്ങയുടെ പൊടിയാണ്, ഡ്രൈ മാംഗോ പൗഡർ, പുളിക്ക് വേണ്ടി. ഗരം മസാല ഇട്ടു. ഇനി ഇതെല്ലാം കൂടെ വേകാൻ വേണ്ടി ഒരു സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത്തിരി ഒഴിക്കണ്ട.
നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതാണ് മുളകിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇച്ചിരി കറി നമ്മുടെ പരുവമായി. ഇത് ചപ്പാത്തിയുടെ കൂടാണ് കഴിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.